ഇന്ന് നമ്മൾ ചെയിൻ മെഷീൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞ് ബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞൻ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വലിയ സൈസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളെ ബോട്ടിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള തെർമോക്കോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് 1 മീറ്ററാണ് നീളം, വീതി വരുന്നത് 50 സെൻറ്റിമീറ്ററാണ്. അതേ കണക്ക് തന്നെ തിക്നെസ് വരുന്നത് 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ തെർമോക്കോൾ ബോട്ടിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ച് ഓരോന്നോരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ മൊത്തം നീളം വരുന്നത്. ഇത് ഏകദേശം ഒരു 2.5 മീറ്റർ നീളമുണ്ട്. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ടൂത്ത് പിക്കും പിന്നെ ഒരു സെല്ലോ ടൈപ്പുമാണ്. തെർമോക്കോളിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ ടൂത്ത് പിക്ക് നമുക്ക് ഇതുപോലെ ക്രോസ് വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫുള്ള് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ജോയിൻ്റ് അടിച്ച ഭാഗത്തൊക്കെ സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ കുഞ്ഞൻ ബോട്ടിൻ്റെ വീതി വരുന്നത് 80 സെൻറ്റിമീറ്ററാണ്. അത് നമുക്ക് 2 സൈഡ് മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബോട്ടിൻ്റെ മുൻഭാഗത്തെ കൂർത്ത ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ 2 സൈഡും ഒരുപോലെ വരാനായി ആദ്യം കട്ട് ചെയ്തെടുത്ത പീസ് തന്നെ അപ്പുറത്തെ സൈഡ് വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോട്ടിൻ്റെ സൈഡ് ഭാഗം ചെയ്യാനായി ഇതുപോലൊരു തെർമോക്കോൾ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്കാണ്ട് ഈ ഒരു വളവ് വളച്ചെടുക്കണം. അപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ ഈ തെർമോക്കോളിന് ഇത്രയും കനം ഉള്ളതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ സെല്ലോ ടൈപ്പ് ഇത് ഫുൾ അടിച്ചങ്ങ് എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വളച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒടിഞ്ഞു പോകുമെന്ന് പേടിക്കാൻ വേണ്ട. ഒടിഞ്ഞു പോയാലും രണ്ടായിട്ട് വരത്തുമില്ല. ഇനി നമുക്ക് ഈ പീസ് ബോട്ടിൻ്റെ മുൻഭാഗത്ത് വെച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഒരു ചെറിയ ആംഗിളിൽ പുറത്തേക്ക് തള്ളിയിട്ട് വേണം സൈഡ് പീസ് സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ മുൻഭാഗത്തെ ഷേപ്പ് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തെർമോക്കോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് മുറിച്ച് 2 സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു തെർമോക്കോളിൻ്റെ വീതി വരുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മൊത്തം ഹൈറ്റ് വരുന്നത്. ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഫുൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ഷേപ്പ് ഏകദേശം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഫൈബർ കോട്ട് ഒട്ടിക്കണം. അതിന് മുന്നേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ തെർമോക്കോൾ മൊത്തം നമുക്ക് ഇത് വെച്ച് സെല്ലോ ടൈപ്പ് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളെ ബോട്ട് ഫുള്ള് നമ്മൾ സെല്ലോ ടൈപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഫൈബർ കോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അടിഭാഗത്ത് ഫൈബർ കോട്ട് ചെയ്യാം. അതിനായിട്ടൊരു 2.5 കിലോ ഫൈബർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള റെസിൻ എടുക്കാം. അത് നമുക്ക് ദാണ്ട് ഈ ഒരു ബീക്കറിൽ അളന്നെടുക്കാം. 0 ഇട്ടിട്ട് ഏകദേശം ഒരു 2 കിലോ എടുക്കാം. ഇനി നമുക്കതിലേക്ക് കൊബാൾട്ട് മിക്സ് ചെയ്യാം. 1 കിലോ റെസിന് 10 ഗ്രാം കൊബാൾട്ട് എന്ന രീതിയിലാണ് കണക്ക്. ഇതിനെ ആക്സിലേറ്റർ എന്നും പറയാറുണ്ട്. കാരണം ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. കൊബാൾട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫൈബർ മാറ്റ് കട്ട് ചെയ്യേണ്ട ടൈമാണ്. ഞാൻ ഈ എടുത്തിട്ടുള്ളത് 300 GSMൻ്റെ ഫൈബർ മാറ്റാണ്. 1 കിലോ ഫൈബർ മാറ്റിലടിക്കാൻ ഏകദേശം 2.5 കിലോ റെസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് ഹാർഡനർ മിക്സ് ചെയ്യാം. അതിന് മുന്നേ ഉറപ്പായും ഗ്ലൗസ് ഉപയോഗിക്കേണ്ടതാണ്. മിക്സ് ചെയ്ത് വെച്ച റെസിൻ ആവശ്യത്തിനൊരു കപ്പിലേക്ക് മാറ്റി അതിലേക്ക് 4-5 തുള്ളി ഹാർഡനർ ഒഴിച്ചു കൊടുക്കാം. ഹാർഡനർ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫൈബർ മാറ്റിൽ അടിച്ച് തീർക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ റെസിൻ കട്ടിയായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാക്സിമം പോയാൽ ഒരു 3-4 മിനിറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിനുള്ളിൽ ഇതെല്ലാ ഭാഗത്തും ഒരേപോലെ അടിച്ച് തീർക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ച് ഒരു ഫുൾ ഡേ വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ ഉണങ്ങിയാൽ മാത്രം മതി. പക്ഷേ നമ്മളൊരു ഫുൾ ഡേ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗവും അതുപോലെ ഫൈബർ ചെയ്തെടുക്കണം. നമ്മളെ ഈ ബോട്ടിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടാണ് വരുന്നത്, ഫിനിഷിങ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഈ കനമുള്ള കുറച്ച് പട്ടികയിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഫൈബർ ചെയ്ത് കൊടുക്കാം. ഇവിടെ പക്ഷേ തടിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് റെസിൻ തേച്ചിട്ടാണ് ഫൈബർ ഷീറ്റ് വയ്ക്കുന്നത്.
ഇങ്ങനെ വളവ് വരുന്ന ഭാഗത്തൊക്കെ മാക്സിമം ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ തടിയിൽ നമ്മളിതേ ഫൈബർ കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ ഇതൊത്തിരി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് കോട്ടായിട്ട് ഇടുന്നത്. ഈ മാറ്റ് ശരിക്കും തുണി പോലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈബർ ഇതെടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഫൈബർ കോട്ടൊക്കെ ഏതാണ്ട് നന്നായിട്ട് ഉണങ്ങി. ഇനി നമുക്ക് ഇവനെ വെള്ളത്തിൽ കൊണ്ടിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഞാൻ വെള്ളത്തിരിക്കോ? നമ്മൾ കയറാൻ പോവുകയാണ്. എന്തരാവുന്നൊന്നും ഒരു പിടിയില്ല. നമ്മളൊന്ന് പിടിച്ചോളാം. ഫ്രണ്ടിൽ തന്നെ നീക്കണം. ഒന്ന് ചുമ്മാ നീക്കിട്ടാ. മെയിൻ തുഴക്കാരനാണ് തുഴയുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യമാണ്ട നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളാണ്ട് ഈ ഇട്ടേക്കുന്ന ഷീറ്റ് കണ്ട ഇതിട്ടാണ് ഇപ്പം നമുക്ക് പണിയായത്. ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത്. കറക്റ്റ് നമ്മളെ റെസിനൊന്നും പിടിക്കുന്നില്ല. പകരം താണ്ട് ഈ ഒരു ഷീറ്റ് കണ്ട ഇത് തന്നെ ഇതിൻ്റെ മണ്ടയിൽ കൂടി നമ്മൾ ഒന്നുകൂടി ഇട്ടൊന്ന് ഫുൾ അടിച്ചെടുക്കാൻ പോകും. അങ്ങനെ അടിഭാഗത്ത് മൂന്നാമത്തെ ഫൈബർ കോട്ടിങ്ങും കഴിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ഷെല്ലിൻ്റെ പണി പൂർത്തിയായി. ഇനി ഇതിൽ എൻജിൻ പിടിപ്പിക്കണം. അതിനു മുന്നേ എൻജിൻ ഈ ബോട്ടിൻ്റെ ബാക്കിൽ വെച്ച് തിരിക്കാനും പിടിക്കാനുമുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 4 ഇഞ്ചിൻ്റെ 3 സ്ക്വയർ പ്ലേറ്റ് എടുത്ത് ഇത് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 നീളമുള്ള നെറ്റും ബോൾട്ടും എടുത്ത് 2 സൈഡിലെയും ഹോളുകളിലായി ഇതേ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു വിജാഗിരി എടുത്ത് നെറ്റ് വെൽഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. അതിനുശേഷം പുതിയൊരു സ്ക്വയർ പ്ലേറ്റ് എടുത്ത് വിജാഗിരിയുടെ മറ്റേ അറ്റത്തും വെച്ച് ദേ ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കട്ടിയുള്ള പൈപ്പ് 15 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് സ്ക്വയർ പ്ലേറ്റിൽ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇതിലാണ് നമ്മുടെ ബോട്ടിൻ്റെ എൻജിൻ പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷണലായി 2 ചെറിയ പ്ലേറ്റിൽ കുറേ ഹോളിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ച് ദേ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി നമ്മുടെ ബോട്ടിൻ്റെ എൻജിൻ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 58 cc ഉള്ളൊരു ചെയിൻസാ മെഷീനാണ്. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റിയെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ സൈഡ് പാനലഴിച്ച് ഇതിൻ്റെ ഈ ചെയിനും ബ്ലേഡും ഊരി മാറ്റി വയ്ക്കാം.
കാരണം ഇപ്പോഴത്തെ വർക്കിന് നമുക്കിത് ആവശ്യമില്ല. പക്ഷേ എപ്പോഴെങ്കിലും നമുക്കിത് ചെയിൻസാ മെഷീനായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്കിത് നൂരി മാറ്റി വയ്ക്കാം. എൻജിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. ഇതിൽ കാണുന്നത് ഇതിൻ്റെ ക്ലച്ചാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. കാരണം ക്ലച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഡ് വരുമ്പോൾ അത് പെട്ടെന്ന് തേഞ്ഞ് തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ സ്പോക്കറ്റ് എടുത്ത് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്ലച്ചിൻ്റെ ബോഡിയിൽ വെച്ച് ഒരു ചെറിയ ഹൈറ്റ് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനൊരു വലിയ സ്പോക്കറ്റും എടുത്തിട്ടുണ്ട്. ഇത് 9 ടീത്ത് വരുന്ന സ്പോക്കറ്റാണ്. ഇത് 22 ടീത്ത് വരുന്നതും. ഇതിനെ രണ്ടിനെയും നമുക്കൊരു ചെയിൻ വഴി കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ട് മെയിൻ ഷാഫ്റ്റ് എടുക്കാം. ചെറിയൊരു പണിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ ബോഡി ഉരുമാറ്റി ഫിൽറ്റർ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്പാർക്ക് പ്ലഗ് കാണാം. അത് ഊരിയിട്ടിട്ട് വേണം വെൽഡ് ചെയ്യാൻ. ഇനി നമ്മുടെ ചെറിയ സ്പോക്കറ്റ് ക്ലച്ചിൻ്റെ സെൻറ്ററിൽ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വലിയ സ്പോക്കറ്റ് പിടിപ്പിക്കാനായി 4 ഇഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ 2 ഹോളുകളിട്ട് നേരത്തെ അഴിച്ചെടുത്ത അതേ നെട്ടിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് JLCMC ആണ്. എന്നെപ്പോലെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സൈറ്റ്. പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്തോ സെലക്ട് ചെയ്തോ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഞാൻ കപ്ലിങ്സ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ടൈപ്പ് വന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള മോഡൽ സെലക്ട് ചെയ്യാം. ഇനി ബോഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ട് ചെയ്യാം. സെഗ്മെൻറ്റ് ഡബിൾ സെക്ഷൻ കൊടുത്തു. മൗണ്ടിങ് ഹോൾ ടൈപ്പ് റൗണ്ട് ഹോള്, അതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. ഇന്നർ ഡയമീറ്റർ 10 mm കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനി നേരെ കാർട്ടിൽ ആഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. വേൾഡ് വൈഡ് ഷിപ്പിംഗും ഉണ്ട്. റിയൽ ടൈമിൽ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മളെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്താണ് അയച്ചേക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടി. ഫാസ്റ്റ് ഡെലിവറിയും നല്ല കസ്റ്റമർ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും വേണ്ട. ഹൈ ക്വാളിറ്റി ഇൻഡസ്ട്രിയൽ ലെവൽ പ്രോഡക്റ്റ് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതും കസ്റ്റമൈസ് ചെയ്ത്. സമയം കളയാതെ നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ $19 കൂപ്പൺ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ ഷാഫ്റ്റ് എടുത്ത് 19 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷാഫ്റ്റിൻ്റെ ഒരറ്റത്ത് വലിയ സ്പോക്കറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന് ടോർക്ക് കുറവായതുകൊണ്ട് എഞ്ചിനടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗിയർ ഉപയോഗിച്ച് പവർ കൂട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഫുള്ളായിട്ട് വെൽഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എഞ്ചിനിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഷാഫ്റ്റിനൊന്നും വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് താണ്ട് ഇതേപോലെ ഈ എൻഡ് കണക്ക് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ എൻഡിലും ഓരോ ബെയറിങ്ങും ഇതേപോലെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് നമ്മളെ യൂണിവേഴ്സൽ ജോയിൻറ്റ് അത് നമ്മൾ ഇതിലും വെച്ച് ഇവിടെ വെൽഡ് ചെയ്ത് കൊടുക്കും. ഈ ഷാഫ്റ്റും വെൽഡ് ചെയ്ത് കൊടുക്കും. ഇത് ഈ പൈപ്പിൻ്റെ അകത്തൂടി ഇങ്ങനെ പോകും. പൈപ്പൊക്കെ നമ്മൾ എല്ല് കണക്കൊക്കെ തൽക്കാലം വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാമായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളെ ബോട്ടിൽ സെറ്റ് ചെയ്യുന്ന സാധനം ഇതിൻ്റെ അകത്ത് പഴയ കയറ്റിയിട്ടാലേ നടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലാമ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു വേണ്ട. 2 നെട്ടെടുത്ത് വെച്ച് അടിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇട്ട് കയറ്റിവിടാം. ഇനി ഈ പൈപ്പിനെ പ്ലേറ്റ് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഷാഫ്റ്റൊക്കെ വെൽഡ് ചെയ്യുന്നതാണ്ട് ജോയിൻ്റൊക്കെ കറക്റ്റ് കറങ്ങുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ഏതാണ്ടൊക്കെ പണി തീർന്നെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു പിന്നെ ടാസ്ക് കിട്ടിയിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ പ്രൊപ്പല്ലർ. പ്രൊപ്പല്ലർ നമ്മളാണ്ട് ഇവിടെ ഇട്ടിട്ട് ഈ പ്രൊപ്പല്ലർ ശരിക്കും കറങ്ങുന്നത് ഈ ഡയറക്ഷനാണ്. പക്ഷെ നമ്മളെ മോട്ടർ കറങ്ങുന്നത് ഈ ഷാഫ്റ്റ് കറങ്ങുന്നത് റിവേഴ്സിലാണ്. ഏതാണ്ടൊക്കെ ഒത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളപ്പോൾ ഒരേ ഒരു വഴിയുള്ളൂ. ഈ പ്രൊപ്പല്ലർ അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയൊരു പ്രൊപ്പല്ലർ അങ്ങോട്ട് ഉണ്ടാക്കുക നമ്മളെ ആവശ്യത്തിന് വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ പ്രൊപ്പല്ലർ ഉണ്ടാക്കണം. അതിനായിട്ടാണ്ട് ഒരു ചെറിയൊരു കുറ്റി കണക്കിട്ട് ഇത് കയറുന്നിട്ടുണ്ട്. അത് ഇടണം. ഇനിയിപ്പോൾ നമ്മൾ 2 ലീഫുള്ള ഒരു പ്രൊപ്പല്ലറാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞാഴ്ച നമുക്ക് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് അടിച്ച് നോക്കാം. അങ്ങനെ നമ്മളെ പ്രൊപ്പല്ലർ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാഫ്റ്റിലിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം.
അങ്ങനെ നമ്മളെ സാധനത്തിൻ്റെ ഫുൾ പണിയും തീർത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊപ്പല്ലറിൻ്റെ സേഫ്റ്റിക്ക് ഒരു ഗാർഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് പെയിൻ്റ് അടിച്ചെടുക്കണം. കാരണം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഓടിക്കുന്നതായതുകൊണ്ട് തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. പ്രൊപ്പല്ലറിന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഓറഞ്ച് കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഈ എൻജിൻ എങ്ങനെ ഈ ബോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി അങ്ങ് ഇട്ട് കൊടുക്കും. കയറ്റി ഇട്ടിട്ട് താണ്ടേ ഇതിൻ്റെ അകത്താണ്ട് ഇവിടെ കണ്ട ഇവിടെ ഒരു നട്ട് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ് കൂടി വെച്ച് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഈ ബോട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ 2 എണ്ണം വരുന്നുണ്ട് 2 സൈഡിൽ. ഇത് വിട്ടിരുന്നോളും. ഇനി ഇതിൻ്റെ മൊത്തം കൺട്രോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് നോർമൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ്. പിന്നെ ഇത് ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ ഹോൾ വന്നേക്കുന്നുണ്ടാ. ഇതിപ്പം സ്ട്രെയിറ്റ് ലെവലാകാനാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു 2ാമത്തെ ഹോളിൽ നമ്മൾ ഈ ഒരു കമ്പി ഇങ്ങനെ കറക്റ്റ് ഇതിലേക്ക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും. ഇനി നമ്മൾ ഇന്ന് ഓടിക്കാൻ നേരത്ത് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന താനേ നൂന്നോളും. അപ്പോഴിങ്ങനെ നിൽക്കും, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആംഗിൾ കുറച്ചുകൂടി വേണമെങ്കിൽ അടുത്ത ഇതിലോട്ട് ഊരിയിട്ട് അടുത്തതിലോട്ടിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇങ്ങനെ വരും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് ചെയ്തേക്കുന്ന കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ഇത് ഒരു സൈഡിലൊക്കെ കൊണ്ട് ഒതുക്കുമ്പോൾ നമുക്ക് വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 പങ്കായം നമ്മൾ ഇത് PVC-യിൽ സെറ്റ് ചെയ്തതാണ്. PVC ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഒരു PVC-യുടെ തന്നെ പൈപ്പിൽ വെച്ച് സെൽഫ് സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത്രയാണ്. നമ്മൾ ബോട്ടിൽ കയറ്റി കൊണ്ടുവന്നതിന് മുന്നേ നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. എൻജിൻ ഇടിക്കോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മിഷൻ നല്ല സെറ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇത് നമ്മൾ ഒരു രാത്രി മെനക്കെട്ട് കിടന്നുണ്ടാക്കിയ പ്രൊപ്പല്ലറാണ്. ഇതൊക്കെ നല്ല സെറ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കായലിലോട്ട് വിടാം. അതുകൊണ്ട് കയ്യിൽ നോക്കുമ്പോൾ തെറ്റുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കായലിൽ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. നല്ല രീതിയിൽ കയറി കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ഇന്നും മഴയൊന്നും പെയ്യില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെയാണ് അപ്പം നമ്മൾ ബോട്ടിൽ നിന്ന് ഇറക്കാൻ പോകുന്നത്. വെള്ളം തൊടിയിക്കണ ബോട്ടിനെ ആദ്യമായിട്ട് 2-3 മാസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളത് ചെയ്തിറക്കിയൊക്കെയാണ്. അയ്യോ ഓക്കെ. ഇഞ്ചി സെറ്റ് ചെയ്യാം. കുറച്ച് വലിയ പാടൊന്നുമില്ല. നേരെ എടുത്ത് ഇറക്കി വെച്ചാൽ മതി. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് 2 തെർമോക്കോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പൊക്കത്തിന് ഒരു സുഖമൊക്കെ വേണമല്ലോ. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മൾ വള്ളത്തിലോട്ട് കയറാൻ പോവുകയാണ്. വള്ളമല്ല, ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നീ ആദ്യം അങ്ങ് ഫ്രണ്ടിൽ കയറാം. എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ നല്ല ടെൻഷനുണ്ട്. എന്തായാലും നമുക്കിതും കൊണ്ട് പോയല്ലേ ഏറ്റവും ചെരുപ്പം കൊണ്ട് കയറാമല്ലേ. ഓക്കെ. ചെരുപ്പ് വെളി ഊരിട്ടിട്ട് പോയാൽ വീടൊന്നും അല്ല. ചെരുപ്പ് വെളി ഊരിട്ടേക്കുന്നത്.
ഓക്കെ ഞാൻ കയറട്ടെ. ആ പ്രൊപ്പല് മുട്ടാൻ നോക്കോണ്ടേ. ഞാൻ നൈസിനൊക്കെ തള്ളി തരട്ടെ? നൈസിനൊക്കെ തള്ളട്ടെ? നൈസിനൊന്നും തള്ളി. ഇതെന്താടാ? അത് ചെറിയ പെയിന്റടാ, നീ കഴിവിയാ മതി. ഉടങ്ങിയില്ലടാ. ഓക്കെ അപ്പൊ നമ്മള് വെള്ളം ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരെയും കൊണ്ടാണ് ഇപ്പോൾ പോയത്. നമ്മളെ ക്യാമറ വെളിയിൽ നിൽക്കുകയാണ്. അവനെയും കൂടി ഒന്ന് കയറ്റിയിട്ട് ഒരു 3 പേർക്ക് ഇതിൽ പോകാൻ പറ്റൂലേ എന്നുള്ളൊരു ട്രൈ അടിച്ച് നോക്കാൻ പോവുകയാണ്. 3 പേർക്കൊക്കെ കയറാൻ പറ്റും. നമുക്ക് എന്തായാലും നോക്കാം. അതെ കയറാ. ഞാൻ എന്തായാലും ഫ്രണ്ടിൽ ഇരിക്കാം. പുതിയ ഡ്രൈവറാണ്. കയറ്. എടാ എൻ്റെ ചെരുപ്പ് എടുത്ത് വളർത്തിയിട്ടിട്ടുണ്ടോ? അതാ കരക്കി കിടക്കുന്നത്. കരക്കി കിടക്കുന്നു. ഓക്കെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാമേ. ഓക്കെ പങ്കായ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുഴഞ്ഞു കൊടുക്കാം. നമുക്ക് ഈ വള്ളം തുഴഞ്ഞൊന്നും വലിയ പരിചയമില്ല കേട്ടോ. നമുക്ക് ഈ എഞ്ചിനൊക്കെ വെച്ചുള്ള പരിപാടികളാണ് നമ്മളെ മെയിൻ. വെള്ളം തുഴയുന്ന കാര്യമൊക്കെ നമ്മളെ കൊണ്ട് നടപടിയാവുന്ന കേസല്ല. ഇവിടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ. അച്ചു വരും മടലി. ഓക്കെ നമ്മളപ്പാണ്ട 3 പേരാണ് പോണത് നമ്മളെ കൊച്ചു വെള്ളത്തിൽ. നമ്മളെ കുഞ്ഞൻ വെള്ളത്തിൽ 1 2 അച്ചു വരും. പോത്ത് പറ. ഏയ് 3 പേർ.
അയ്യോ അങ്ങനെ ഏതാണ്ട് ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻജിനൊന്ന് റെസ്റ്റ് കൊടുത്തേക്കാണ്. ഇത് ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന എൻജിനൊന്നും അല്ലല്ലേ. അപ്പോഴേ നമ്മളത് ആലോചിച്ചിട്ട് ചെയ്തതാണ്. അപ്പം നമ്മളെ തുഴയുള്ളതുകൊണ്ട് നമ്മളാ 2 ഡ്രൈവർമാരോട് ഇരുന്ന് ഒരേ തുഴയാണ്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പം പോകണമെന്ന് ഒരു താല്പര്യമില്ല. നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, നല്ല മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താടേ വള്ളം കിടന്ന് കറങ്ങുന്ന നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. തുഴക്കാര് റെഡി ആയിട്ടില്ല കേട്ടോ. പഠിക്കണം. അതാ അവൻ പെട്ടെന്ന് പഠിച്ചു കേട്ടാ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഭയങ്കര ഉണ്ടാക്കിയ ആൾക്കാർ ഒരു ടെൻഷൻ കാണുമല്ലോ. പെട്ടെന്നെല്ലാം പഠിക്കും. അപ്പൊ നമ്മള് കുറച്ചു ദൂരം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് പോകാന്ന് കരുതി. ഇത് ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടി പോകുമ്പോ കണ്ടിട്ടുള്ളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വേണം, തുഴഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ പണ്ടാരടക്കും. ഇതിപ്പോ വല്ലാത്തൊരു ഫീല് തന്നെ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചറിയണം. നമ്മള് കരയെന്നുള്ള ഇതേ ഉള്ളൂ നമുക്ക്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ടൊക്കെ നമ്മളിവിടെ അതുവഴി പോകുമ്പോ പാലത്തിൽ കൂടെ പോകുമ്പോ ഈ സ്ഥലമൊക്കെ കാണുമെന്നല്ലാതെ എന്തിനാണ് നമുക്ക് അറിഞ്ഞൂടല്ലേ. ഈ സൈഡിലൊക്കെ ഒരുപാട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടാ. അവിടെയൊക്കെ ഒരുപാട് മീനുകളുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ വള്ളക്കാർക്കല്ലാതെ ബാക്കി വെളിയിലുള്ളവർക്ക് വന്ന് മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നൊരു ഫിഷിങ്, ഒരു ക്യാമ്പിങ് അങ്ങനെ സെറ്റപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. ഇത് വെച്ച് എനിക്ക് തോന്നുന്നു സുഖമായിട്ട് പറ്റും. നമുക്ക് ഇത് കണ്ട ഇങ്ങനെ ഇരുന്ന് ആടിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സ്റ്റേബിൾ ആണ്. ഒരു വള്ളത്തിൽ ഒരു 3 വരി ഏറിയ പോലും നമ്മൾ വള്ളത്തിൽ കയറിയിട്ടില്ല. അതെ ഇതിലിപ്പോ എണീറ്റ് ഇവ സുഖമായിട്ട് ഞാൻ സുഖമായിട്ട് എണീറ്റ് ആദ്യമേ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ചെറിയ വള്ളത്തിൽ ഇങ്ങനെ ഒരാളൊക്കെ പോണേന്ന് കണ്ടിട്ടുള്ളത്. അല്ല, എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. എന്തിനാണ് ഒറ്റ തന്നെയാണ്. അപ്പൊ 3 പേർക്ക് ആദ്യം കേറിയപ്പോഴേ നമ്മൾ 3 പേര് പറ്റുമെന്നൊക്കെ ഇവൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ കേറിയപ്പോഴത്തേക്ക് ആടോ മറിയോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് കയറി കഴിഞ്ഞപ്പോ ഓക്കെയാണ്, സാധനം ഓക്കെയാണ്. ഒരാളോടെ കയറുമോ ഇതിന്റെ അകത്തിപ്പോ ഞാൻ വെള്ളമൊന്നും കയറുന്നൊന്നുമില്ല. നല്ല കേറിയാലേ നമ്മളൊത്തിരി പേടിച്ചു. നമ്മള് കേറിയ വെള്ളമാണ് ഈ കിടക്കുന്നത്. നമ്മളെ കാലിലൊക്കെ പറ്റി കയറിയത്. ഒരാളെയും കൂടെ കയറ്റി നോക്കാം. ഒരാളെയും കൂടി കേറ്റാൻ ആളില്ലല്ലോ. ഒരു ദിവസം നമുക്ക് 4 പേരെ പിന്നെ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എത്ര പെട്രോൾ വേണം, എത്ര ദൂരം പോകാൻ പറ്റും, പിന്നെ എത്ര സ്പീഡിൽ പോകും എന്നുള്ളതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഈ വീഡിയോയിൽ അതിന് അളക്കാനുള്ള സെറ്റപ്പുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വള്ളം കൊണ്ട് ഇനി നമ്മൾ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം.